മച്ചവരെ ഇത് നമ്മുടെ ബജാജിന്റെ തരംഗമായിട്ടുള്ള ഗോഗോ 3-വീലർ EV ട്ടാ. ഗംഭീര മൈലേജ് സെഗ്മെന്റ് പറയുന്ന ഒരു വാഹനമാണ്. സംഭവം ഇതുവരെ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല, ചെയ്യാണ്ടല്ല, അതിനുള്ള സാഹചര്യം എനിക്ക് എത്തിയിട്ടില്ല കേട്ടാ, കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന ആ ചേട്ടന്മാരോട് ചോദിക്കാം. നല്ല വണ്ടി, അടിപൊളി വണ്ടി, കാറിലിരിക്കുന്ന മാതിരി സഞ്ചരിക്കാം, യാത്രക്കാർക്കും സുഖം, ഞങ്ങൾക്കും സുഖം. റേഞ്ച് ഒക്കെ എങ്ങനെയാ പറയണേ? റേഞ്ച് അവര് 251 പറഞ്ഞു, 230 കിട്ടുന്നുണ്ട്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ചേട്ടാ, 230 റേഞ്ചിന്റെ ആവശ്യമുണ്ടോ ഈ ടൈമിൽ? ഇപ്പൊ വേണ്ട, അത് ഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റിയ ഇല്ലല്ലോ. എനിക്ക് ഇതിന്റെ ഫുൾ ചാർജ് 5 മണിക്കൂറാ. 5 മണിക്കൂർ? എനിക്ക് 5 മണിക്കൂർ വേണ്ടി വരില്ല. ഒരു ദിവസം ഓടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി 2 കട്ടില്ല, ഒരു 2.5 മണിക്കൂർ ഞാൻ ഡെയിലി ചാർജ് ചെയ്യുന്നത്. ഫുൾ ചാർജ് ആവും. ശരിക്കും പറയാൻ ഇത്ര ചാർജിന്റെ ആവശ്യമില്ല. ഈ 2 കട്ടയിൽ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു ലോങ് വാടക കിട്ടി, ചാലക്കുടി വരെ പോയി 2 കട്ടയിൽ പോയിട്ട് വേണം വരാൻ. ബജാജ് ഗോഗോ കുഴപ്പമില്ല, അടിപൊളി വണ്ടിയാണ്. ഗോഗോ യൂസ് ചെയ്തിട്ട് എന്താ പറയാളെ? നല്ല വണ്ടി, നല്ല അഭിപ്രായം, ഓടിക്കാൻ സുഖം. കയറുന്ന കസ്റ്റമറൊക്കെ നമ്മളോട് പറയുന്നത് കാറിൽ പോണ പോലെയാണല്ലോ പോണ ചേട്ടാ. എല്ലാ എല്ലാ കസ്റ്റമറും വണ്ടിനെ പറ്റിയിട്ട് സീറ്റിങ്ങിനും ഓടിക്കുന്ന എനിക്കും നല്ല അഭിപ്രായമുള്ളത്. അഭിപ്രായം അല്ലേ? എത്ര മണിക്കൂറാ ചാർജ് ചെയ്യാൻ? 5 മണിക്കൂർ. 5 മണിക്കൂർ. എത്ര കിട്ടുന്നുണ്ട് റേഞ്ച്? ഇപ്പൊ ഞാൻ 220 വരെ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അത് ഫുള്ള് ചാർജ് കഴിക്കാൻ തന്നിട്ടില്ല. നമ്മള് വീടെടുത്ത കാരണം നമ്മള് വീട്ടിൽ പോയിട്ട് 2 മണിക്കൂർ ചാർജ് ചെയ്ത് വീണ്ടും വൈകിട്ടും വരും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത്ര ചാർജിന്റെ ആവശ്യം ഉണ്ടോ നമുക്ക്? ഒരു ആവശ്യമില്ല. 150 കിലോമീറ്റർ നമുക്ക് ഓടി കഴിഞ്ഞാൽ ടൗണിൽ ഒരു ദിവസം ഓടാനൊക്കെ ഇറങ്ങാനുള്ളത്. അത്ര മതിയില്ലേ? എനിക്ക് പാലക്കാട് പോയി തിരിച്ചു വന്ന പരിപാടിയുണ്ട്. പിന്നെ ഈ ഒരു 230 ചാർജ് നമ്മൾ ഓടിച്ച് തീരുമില്ല, പ്രത്യേകിച്ച് 3-വീലർ ആയതുകൊണ്ടല്ലേ. അപ്പൊ ആ ഒരു ചാർജ് വേണ്ടായിരുന്നു, ആവശ്യമില്ല. പക്ഷെ നമുക്ക് ലോങ് ഒക്കെ പോവാൻ ഗോഗോ ധൈര്യമായിട്ട് എടുക്കാന്നാണ് പറയണേ. ഇതില് വേറൊരു രസം കിട്ടാ, ഞാൻ ഈ ബജാജിന്റെ ഗോഗോ റിവ്യൂ ഇതുവരെ ചെയ്തിട്ടില്ല. മച്ചവരപ്പൊ എന്തായാലും നമുക്കൊരു കിണ്ണങ്കാച്ചി വീഡിയോ ബജാജ് ഗോഗോന്റെ അടുത്തന്നെ പ്രതീക്ഷിക്കാട്ടോ.